നമ്മുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ കവി ലീലാശുകന് ഭഗവാനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. സോയം മുനീന്ദ്രജനമാനസതാപഹാരി, സോയം മദവ്രജവധൂവസനാപഹാരി, സോയം തൃതീയ ഭുവനേശ്വരദർപ്പഹാരി, സോയം മദീയ ഹൃദയാംബുരുഹാപഹാരി. സോയം മുനീന്ദ്രജനമാനസതാപഹാരി. സോയം എന്ന് പറഞ്ഞാൽ ഈ ഭഗവാന്. സോ അയം, സ അയം എന്നുള്ളതാണ് സോയമാകുന്നത്. സോയം മുനീന്ദ്രജന മാനസതാപഹാരി. മുനീന്ദ്രജനങ്ങളുടെ മാനസതാപങ്ങളെ, മനസ്സിൻ്റെ വിഷമങ്ങളെയൊക്കെ, സങ്കടങ്ങളെ തീർക്കുന്നയാളാണ്. പിന്നെയോ സോയം മദവ്രജ വധൂ വസനാപഹാരി. ഈ ഭഗവാനോ അടുത്ത വിശേഷണം മദവ്രജ വധൂ വസനാപഹാരി. ഈ യൗവനത്തിൻ്റെ മതത്തിലങ്ങനെ നിൽക്കുന്ന വ്രജസുന്ദരിമാരുണ്ടല്ലോ, ഗോപികമാർ, അവരുടെ വസനാപഹാരി. എന്താണ്, അവരുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ച ആളാണ്. നമുക്കൊക്കെ അറിയാമല്ലോ അതല്ലേ. ഇനി അടുത്ത് സോയം തൃതീയ ഭുവനേശ്വര ദർപ്പഹാരി. അതായത് ഈ ഭഗവാൻ വേറെ അടുത്ത എന്താ ചെയ്തിരിക്കുന്നത്, തൃതീയ ഭുവനേശ്വര ദർപ്പഹാരി. അതായത് ദേവേന്ദ്രൻ്റെ ദർപ്പം, മതം അല്ലെങ്കിൽ അഹങ്കാരം ശമിപ്പിച്ച ആളാണ്. പിന്നെയോ സോയം മദീയ ഹൃദയാംബുരുഹാപഹാരി. അതായത് എൻ്റെ ഹൃദയകമലത്തെ ഹരിച്ചിട്ടുള്ളയാളാണ്, എൻ്റെ ഹൃദയത്തെ വശീകരിച്ചിട്ടുള്ള ആളുമാണ് ഈ ഭഗവാൻ. ഈ ഭഗവാനെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മളുടെ ഇത് ലീലാശുകകവി പറയുന്ന എപ്പോഴും ഓരോരോ വിശേഷണങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. നമുക്കറിയാം ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മളുമൊക്കെ വിശ്വസിക്കുന്നു. അപ്പം ആ ഭഗവാന്റെ കരുണയ്ക്ക് മുൻപിൽ ആ ഏറ്റവും നല്ല ആ പാദാംബുജങ്ങൾക്ക് നമുക്ക് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ പ്രണമിക്കാം.